ഹായ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് 100-ലധികം പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുകയോ ചെയ്തു. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. വീട്ടിൽ വളരെ കുറച്ച് പേരെ വായിക്കുന്നവരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് അതിനോട് പണ്ട് വലിയൊരു മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് 100-ലധികം പുസ്തകം കൺസിസ്റ്റൻ്റ് ആയിട്ട് വായിക്കാൻ അല്ലെങ്കിൽ ആ പുസ്തകങ്ങളെ കുറിച്ച് ഓഡിയോ ബുക്സ് കേൾക്കാനോ ഉള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ എല്ലാ വർഷവും പുസ്തകങ്ങൾക്ക് ടാർഗറ്റ് വെക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ആദ്യം ടാർഗറ്റ് വെച്ച് 2016 വെറും ഒരു പുസ്തകമായിരുന്നു. അത് പെട്ടെന്ന് അച്ചീവ് ചെയ്തു. പിന്നെ 17 18 ഇടയിൽ 2019 ബ്രേക്ക് എടുത്തു. പിന്നെ 20 21 വെച്ചു. 2022 23 കാലഘട്ടങ്ങളിൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 2024 എൻ്റെ മകൻ ജനിച്ചപ്പോഴാണ് ഞാൻ ഈ ടാർഗറ്റ് വീണ്ടും വെക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2024 2025 ഞാൻ എൻ്റെ 100 പുസ്തകത്തിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനിടയായി. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. എനിക്ക് കീ മോട്ടിവേഷൻ എന്ന് പറയുന്നത് 2024 മോനുണ്ടായത്. മോനുണ്ടായപ്പോൾ ഒരു ബെറ്റർ ഫാദർ ആകണം എന്നുള്ളൊരു ആഗ്രഹം കുറച്ചുകൂടി. പിന്നെ പറയപ്പെടുന്നത് നമ്മൾ ഒരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെ കിടക്കുമ്പോൾ നമുക്ക് ഫാദേഴ്സിനും മദേഴ്സിനും ഹോർമോണൽ ചേഞ്ചസ് വരും. അപ്പം നമുക്കതിലും ദർ ഇസ് എൻ ഓൾവേസ് എൻ ഈഗർനെസ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആവാൻ വേണ്ടി. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു കീ മോട്ടിവേഷൻ എന്ന് പറയാൻ തന്നെ. പിന്നെ എനിക്കൊരു പേഴ്സണൽ ഗോൾ വേറൊരു ഗോളും കൂടി ഉണ്ടായിരുന്നു. എനിക്കൊരു പുസ്തകം എന്തെങ്കിലും എഴുതണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതണതിനേക്കാളും മുമ്പ് അതിന് നല്ല റിസർച്ചും കൂടി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഗോൾ. പക്ഷേ മകനാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ വായിക്കുന്നത് ഫിസിക്കൽ ബുക്സിനേക്കാളും കൂടുതൽ ഡിജിറ്റൽ ബുക്സുകളാണ് വായിക്കുന്നത്. ഫിസിക്കൽ ബുക്സ് ഞാൻ ഇവിടുന്ന് കൂടുതൽ ലൈബ്രറിയിൽ നിന്ന് വാങ്ങിക്കാനും പിന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്ത ബുക്കുകളാണ് വായിക്കാറ്. വളരെ ദുർലഭമായിട്ടാണ് ഞാൻ പുസ്തകം കാശ് കൊടുത്ത് വായിക്കുന്നേ ഉള്ളൂ. ഞാൻ വായിക്കുന്ന ചില പുസ്തകങ്ങൾക്കൊക്കെ നല്ല വിലയുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലത് കിട്ടാനും ബുദ്ധിമുട്ടുള്ളതുണ്ട്. ചിലത് നല്ല വിലയുള്ളതാണ്. ഈ 200ഓളം പുസ്തകം 2 വർഷത്തിൽ വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഞാൻ ആദ്യത്തിൽ ഓഡിബിളും കിൻഡലും ഒക്കെ പണ്ട് ട്രൈ ചെയ്തിരുന്നെങ്കിലും അതും സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ ബെനിഫിറ്റ് ഇല്ലാത്തൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ലിബി ഹൂപ്ല എന്ന് പറഞ്ഞ 2 ആപ്പുകളാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഈ 2 ആപ്പുകളിൽ എൻ്റെ ഇവിടുത്തെ ലോക്കൽ ലൈബ്രറി ആയിട്ടുള്ള ടൈപ്പിലാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ രണ്ടിനും കാശ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇതിനകത്ത് രണ്ടിനകത്തും ഓഡിയോ ബുക്സും ഉണ്ട്, ഇ ബുക്സും ഉണ്ട്. ഞാൻ 2 ഫോമാറ്റും യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ കൂടുതലും ഓഡിയോ ബുക്സ് തന്നെയാണ്. ജോലിയുടെ സാഹചര്യം മറ്റേതൊക്കെ കാരണം കൂടുതൽ ഓഡിയോ ബുക്സ് ആണ് എനിക്ക് പ്രാക്ടിക്കലായിട്ട് നടക്കാറുള്ളൂ. പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുന്നത്? അതായത് എവിടെയാണ് അതിനുള്ള സമയം കണ്ടെത്താൻ സാധിക്കുക? ഞാൻ ട്രാവൽ സമയത്ത് കഴിഞ്ഞ വർഷം ഞങ്ങളൊരു വലിയൊരു ട്രാവൽ നടത്തിയപ്പോൾ ഇവിടുന്ന് ഒരു 24 മണിക്കൂറിലധികം ഒരു ഒരു വൺ വേ സഞ്ചരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കാനഡയുടെ തന്നെ പല പ്രോവിൻസുകളിലേക്ക് ട്രാവൽ ചെയ്യും, അവിടെ തിരിച്ചു വരികയും അങ്ങനെ കുറേ ലോങ് ട്രാവലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ കിടന്നുറങ്ങുമ്പോഴായാലും നമ്മൾ വണ്ടിയിനകത്ത് ഇതന്നെ കേട്ടിട്ടാണ് ഈ ഓഡിയോ പുസ്തകങ്ങൾ കേട്ടിട്ടാണ് പോയിരുന്നത്. അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്ന സമയം അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വരുന്ന സമയം ഒക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ പിന്നെ ചെറിയ വീട്ടു ജോലികൾ, ഇപ്പോൾ പാത്രം കഴുകുക, അങ്ങനെ വലിയ വീട്ടു ജോലികൾ ചെയ്തതിന് പാത്രം കഴുകുക, വീട് വൃത്തിയാക്കുക, അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ ഇത് ചെവിയിൽ വെച്ച് ഇതിനെ കുറിച്ചിട്ട് കേൾക്കാനും ഉള്ള ശ്രമം നടത്തി. അപ്പോൾ അത് വന്നപ്പോൾ ഒരു ഭാഗമായി. പിന്നെ നമ്മുടെ ഒരു ദിനചര്യയുടെ ഒരു ഭാഗ്യമായി ഒരു റൊട്ടീനായി മാറി. അപ്പോൾ കിടക്കണേക്കാൾ മുമ്പ് ചില സമയത്ത് വായിക്കാൻ നോക്കും. പിന്നെ ഒരു ടാസ്ക് കഴിഞ്ഞ് അടുത്ത ടാസ്ക് തുടങ്ങണേക്കാൾ മുമ്പ് ഓഫീസിലായാലും മുമ്പ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തതിന് പകരം അത് ഒരു രണ്ട് പേജ് വായിക്കാം, അത് കഴിഞ്ഞ് തിരിച്ചു വരാം, അങ്ങനത്തെ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതാണ് എൻ്റെ ബുക്കുകളുടെ ഒരു ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 385ഓളം പുസ്തകമാണ് ഞാൻ വായിച്ചത്. 2025 നോക്കുകയാണെങ്കിൽ അത് വെറും 380 പുസ്തകം എന്ന് പറയാം. പക്ഷേ അറൗണ്ട് ദാറ്റ് അതിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം 58% പുസ്തകം ഞാൻ വായിച്ചത് കഴിഞ്ഞ 2 വർഷത്തിലാണ്. അപ്പോൾ പുസ്തകം വായന നമുക്ക് ഞാൻ ചെറുപ്പത്തിൽ തീരെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യം പുസ്തകം വായന തന്നെ തുടങ്ങിയത്. കോളേജ് പഠനകാലത്തിന് മുമ്പ് ഞാൻ വെറും
ഒന്നോ രണ്ടോ പുസ്തകമായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. കോളേജിലായാലും കൂടിപ്പോയി ഒരു അഞ്ചോ പത്തോ പുസ്തകത്തിനേക്കാൾ കൂടുതൽ ഞാൻ വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതിന് ശേഷമാണ് പുസ്തക വായനയും അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ മാറിയത്. ഞാൻ പുസ്തകം വായിക്കുമ്പോൾ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയ്ക്ക് പുസ്തകങ്ങളുടെ എണ്ണം കൂടുമ്പോൾ, എസ്പെഷ്യലി സെൽഫ് ഹെൽപ്പ് അങ്ങനത്തെ കുറേ പുസ്തകങ്ങളിലേക്ക് പോകുമ്പോൾ ഏകദേശം ടോപ്പിക്സും മറ്റേതൊക്കെ സെയിം ആവും. നമുക്ക് ഈ പുസ്തകം ചില സമയത്ത് നമുക്ക് ഇത് തന്നെയാണ് ഞാൻ പിന്നീട് വായിച്ചത് എന്നുള്ള പോലത്തെ ഇത് സംശയങ്ങൾ വരാം. അപ്പോൾ ഞാൻ എൻ്റെ പുസ്തകങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നത് ഗുഡ് റീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിലാണ്. അപ്പോൾ ഗുഡ് റീഡ്സ് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പുസ്തകമുണ്ട്, നമുക്ക് ഇട്ട ചാലഞ്ചസും അതിൻ്റെ അകത്ത് ഇടാം, എത്രയ്ക്ക് പുസ്തകം വായിച്ചു എന്നുള്ളത് ഇടാം. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നന്നായി ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ പലപ്പോഴും പുസ്തകം വായനയ്ക്കെതിരായിട്ട് വരുന്ന എക്സ്ക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല. അപ്പോൾ നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നത്, നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോണിൽ എടുത്ത് നോക്കുമ്പോൾ ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും ട്വിറ്ററിനും ഒക്കെ നമുക്ക് സമയം കാണുന്നുണ്ട്. അപ്പോൾ ആ സമയം പുസ്തക വായനയിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ എനിക്ക് അവിടെ കുറേ ലാഭം വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നാട്ടിലെ വീട്ടമ്മമാരും മറ്റവരായാലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ യൂട്യൂബ് ചാനലുകളിലെ ചർച്ചകളിലോ കുറച്ച് നേരം നമ്മൾ പുസ്തകങ്ങളിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും, കുറച്ചും കൂടിയും റിച്ച് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ യൂസേജ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനത്തെ സാധനങ്ങൾ കട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിനുള്ള സമയങ്ങളായിട്ട് മാറി. പിന്നെ ചില എനിക്കും സാധാരണ ആൾക്കാർ പറയുന്ന പ്രശ്നമാണ്, ഇപ്പോൾ യാത്രയിൽ വായിക്കാൻ പറ്റില്ല. എനിക്ക് നേരെയുള്ള റൂട്ടിലാണെങ്കിൽ മാത്രമാണ് പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റൗണ്ട് അബൌട്ട് അല്ലെങ്കിൽ മറ്റേ ഫ്ലൈ ഓവർ കയറുക അങ്ങനത്തെ സമയത്ത് വരുമ്പോൾ എനിക്ക് പുസ്തകത്തിനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു പട്ടികോര പ്രശ്നമുള്ള കാരണം എനിക്കത് വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ റോഡുകളിലാണെങ്കിൽ ഞാൻ കൂടുതൽ ഓഡിയോ ബുക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ പറയുന്ന കാര്യമാണ്, ഇപ്പോൾ ഓഡിബിളിന് കാശുണ്ട്, കിൻഡലിന് കാശുണ്ട്, പക്ഷെ നമ്മുടെ ലോക്കൽ ലൈബ്രറിയിനകത്ത് ഇതിൻ്റെ അകത്ത് പലപ്പോഴും ഫ്രീ ആണ്. ഇപ്പം ഞാൻ കാനഡ പോലത്തെ രാജ്യങ്ങളിൽ ഇവിടെ ടാക്സ് കൊടുക്കുന്നത് അധികമാണ്. പക്ഷേ ഈ ടാക്സിൻ്റെ ഒരു നല്ലൊരു ശതമാനം ലൈബ്രറി പോലെയുള്ള സംവിധാനങ്ങളിലാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ടൊരു ഗുണങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് പുസ്തകങ്ങൾ വളരെ വലിയ പുസ്തകമാണ്, ഇത് വായിച്ചു തീർക്കാൻ കുറേ സമയം പിടിക്കും. ഇപ്പം തന്നെ ഞാൻ ഇവിടെ അടുത്ത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണിയുടെ ഒരു പുസ്തകം വായിച്ചു. വളരെ വലിയ പുസ്തകമായിരുന്നു. ടോപ്പിക് ആയാലും നമുക്ക് കുറച്ച് കട്ടി തോന്നിയൊരു ടോപ്പിക്കും കൂടിയായിരുന്നു. പക്ഷെ ഏതൊരു പുസ്തകമായാലും നമ്മളത് ചാപ്റ്റർ വൈസ് ആയി ഡിവൈഡ് ചെയ്ത് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പം ഇംഗ്ലീഷിലൊരു ഫിലോസഫി ഉണ്ടെന്ന് വെച്ചാൽ ഹൗ ഡു യു ഈറ്റ് ആൻ എലിഫന്റ്. അപ്പോൾ വൺ ബൈറ്റ് അറ്റ് എ ടൈം. അപ്പോൾ ഒരു പേജ് അറ്റ് എ ടൈം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഗോളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക് ആയിരിക്കില്ല, പക്ഷെ നമ്മൾ ആ ടാർഗറ്റിലേക്ക് നമ്മൾ എത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എത്താൻ പറ്റും. പിന്നെ എപ്പോഴും എടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മളെ ആ ജേർണി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ 2 വർഷത്തിനുള്ളിൽ പുസ്തകം വായിച്ചത് കൊണ്ട് തന്നെ എനിക്കുണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ് ആർ ഹൈ. ഐ മീൻ ഹെൽത്ത് വൈസ്, വെൽത്ത് വൈസ്, റിലേഷൻഷിപ്പ് വൈസ് ഒക്കെ അതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ ഗ്രോത്ത് ഞാൻ കണ്ടു. അപ്പോൾ എൻകറേജിങ് എവ്രി വൺ ടു റീഡ് ആൻഡ് ലൈക്ക് 100 books a year is not something which is very difficult. ഈ വർഷം ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 128 ആണ്. അപ്പോൾ ദാറ്റ്സ് മൈ ടാർഗറ്റ് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ റീഡിംഗ് ടാർഗറ്റ്. താങ്ക് യു.